ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. സോ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ LPP എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LPPയുടെ സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഫൈൻഡ് ചെയ്യാം. ശരിക്കും ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് LPP സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ് കേട്ടോ. സോ അപ്പോൾ എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് നോക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് സാധാ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ഡിസിഷൻ വേരിയബിൾസിലാകെ 2 വേരിയബിൾസേ ഉള്ളൂ എങ്കിലാണ് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമുക്ക് ഒരു കാര്യം എടുത്ത് പറയുന്ന 4th പോയിന്റ് പറയുന്നത് ഓൾവേസ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അതിൻ്റെ പ്രോബ്ലം എപ്പോഴും ലൈ ചെയ്യുന്നത്, അതായത് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ LPPയുടെ സൊല്യൂഷൻ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും ലൈ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്ക് എങ്ങനെ LPP സോൾവ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മിനിമൈസ് z ഈക്വൽ ടു x1 മൈനസ് x2 സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് x1 plus x2 greater than or equal to 2, x1 plus 2x2 less than or equal to 8, x1 x2 greater than or equal to 0. ഇതാണ് ഇവിടുത്തെ LPP ക്വസ്റ്റ്യൻ. നമുക്കിത് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാം. സോ അപ്പോൾ ഫോർമുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്തു. അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മളിവിടെ അപ്പോൾ അതിൻ്റെ LPP ഫോർമുലേഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. സോൾവിങ് ദിസ് ഇൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഫസ്റ്റ് വി വോണ്ട് ടു കൺവേർട്ട് ദിസ് കൺസ്ട്രെയിൻസ് ടു ഇക്വാളിറ്റീസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് രണ്ടും ഇനീക്വാളിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യണമെങ്കിൽ ഇനീക്വാളിറ്റി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അതിനെ ആദ്യം ഇക്വാളിറ്റിയിലോട്ട് മാറ്റുക. അതിനുശേഷം നമുക്കതിനെ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാം. അതിൻ്റെ x1ൻ്റെയും x2ൻ്റെയൊക്കെ വാല്യൂസ് ഫൈൻഡ് ചെയ്തതിന് ശേഷം ഗ്രാഫിക്കൽ മെത്തേഡിലോട്ട് പ്ലോട്ട് ചെയ്യുക. അതിൽ നിന്നും അവിടുത്തെ ഫീസിബിൾ റീജിയൻ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ഞാനിപ്പോൾ ഈ ഇനീക്വാളിറ്റി ഇത് രണ്ടുമാണ് അല്ലേ, അതിനെ ഞാൻ ഇക്വാളിറ്റിയിലോട്ട് ആദ്യം മാറ്റുകയാണ്. ദാറ്റ് ഈസ് ഇത് x1 പ്ലസ് x2 ഈക്വൽ ടു 2 എന്ന് വന്നു. ആൻഡ് ഹിയർ ദിസ് ഈസ് x1 പ്ലസ് 2x2 ഈക്വൽ ടു 8. ഇങ്ങനെ രണ്ടുമാണ് നമുക്ക് നമ്മുടെ കൺസ്ട്രെയിൻസ് ഇപ്പോൾ ഇക്വാളിറ്റി ഇക്വേഷൻസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടേബിൾ വരയ്ക്കാം. ഫോർ ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ x1 പ്ലസ് x2 ഈക്വൽ ടു 2, അതിൻ്റെ വാല്യൂസ് ടേബിൾ ഞാൻ വരയ്ക്കുകയാണ്. xy അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? വെൻ x ഈക്വൽ ടു 0 അത് ഫൈൻഡ് ചെയ്യുന്നത് ആദ്യം എക്സിന് 0 കൊടുക്കുക. സോ അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും നോക്കുക. ഇവിടെ വൈക്ക് പകരം x2 ആണേ. ഓക്കെ, സോ അപ്പോൾ വെൻ x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു വാട്ട് 0 പ്ലസ് അല്ലേ 0 പ്ലസ് x2 ഈക്വൽ ടു 2, ദാറ്റ് ഇസ് x2 ഈക്വൽ ടു 2. ഓൾസോ വെൻ x2 ഈക്വൽ ടു x2-നടുത്ത് 0 കൊടുക്കുക. സോ അപ്പോൾ x1 എന്ത് വരും 2 വരും. സോ അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻറ്റ്സ് 0, 2ഉം 2, 0യാണ് പോയിൻറ്റ്സ് വരുന്നത്. ക്ലിയർ? ഇനി കൺസിഡർ ദ നെക്സ്റ്റ് ലീനിയർ ഇക്വേഷൻ x1 പ്ലസ് 2x2 ഈക്വൽ ടു 8. ഓക്കെ, ഇതിൻ്റെ ടേബിൾ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. x1 x2 when x1 equal to 0, when x1 equal to 0 we have 2x2 equal to 8. We have 2x2 equal to 8 or x2 equal to what 8/2 or 4. ക്ലിയർ? സോ അപ്പോൾ x2ൻ്റെ വാല്യൂ 4 വന്നു. ഇനി x2-ന് 0 കൊടുക്കാം. x2 0 ആകുമ്പോൾ ഇതെന്ത് വന്നു 2x2 എന്ന് പറയുന്ന ടൈം 0 ആയിപ്പോയി. ബാക്കി വരുന്നത് x1 ഈക്വൽ ടു 8. സോ അപ്പോൾ ഇവിടെ വരുന്ന പോയിൻറ്റ്സ് 0, 4 ആൻഡ് 8, 0. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇതുപോലൊരു XY പ്ലെയിൻ വരയ്ക്കുക. ഈ XY പ്ലെയിനിലോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ. നമുക്ക് നോക്കാം. ഓരോ ലീനിയർ ഇക്വേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നമുക്കിവിടെ ഫോം ചെയ്യാൻ നോക്കാം. സോ ഇപ്പോൾ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ നോക്കിയേ, അതിൻ്റെ പോയിൻറ്റ്സ് വന്നിരിക്കുന്നത് 0, 2ഉം 2, 0യുമാണ്. അപ്പോൾ 0, 2 എന്ന് പറയുമ്പോഴേക്കും എവിടെ വന്നു 0, 2 എന്ന് പറയുമ്പോഴേക്കും അത് y ആക്സിസിലെ പോയിൻ്റാണ്. അത് ഇവിടെ വന്നു. ഇനി 2, 0 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോയിൻ്റ് ഓൺ x ആക്സിസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 പോയിൻറ്റ്സ് കൂടി ജോയിൻ ചെയ്യുക. സോ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഈ 2 പോയിൻറ്റ്സിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതായിരുന്നു? x1 പ്ലസ് x2 ഈക്വൽ ടു 2. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എങ്ങടേക്കാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൺസ്ട്രെയിനിലോട്ട് പോവുക. ഈ ലീനിയർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൺസ്ട്രെയിൻ്റ് ആണിത്. x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇതല്ല, x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. പിന്നെ ചെയ്യുന്നത്
ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ XY പ്ലെയിനെ 2 ഹാഫ് പ്ലെയിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 ഹാഫ് പ്ലെയിൻസ് ആയിട്ട് നമ്മുടെ ഈ ലൈൻ XY പ്ലെയിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏത് സൈഡിലോട്ടാണ് സൊല്യൂഷൻ വരുന്നത്, ഈ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ വരുന്നതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള പോയിൻറ്റ്സ് എടുക്കുക. ആ പോയിൻറ്റ്സ് ഈ ഇനീക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സോ അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിൽ നമ്മളെപ്പോഴും ചെയ്ത് വെക്കേണ്ടത് ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന പോയിൻ്റ് ആണല്ലോ 0 0 ആകുമ്പോൾ എളുപ്പമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താനായിട്ട്. ആ 0 0 നമുക്ക് ചൂസ് ചെയ്തിട്ട് ഈ ഇനീക്വാളിറ്റിയിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 0 + 0 > (2) ദാറ്റ് ഈസ് 0 > (2). അത് ശരിയാണോ? അല്ല, 0 2നേക്കാളും ചെറുതാണ്. സോ അപ്പോൾ ഷുവറായിട്ട് നമുക്കൊരു കാര്യം പറയാം, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സൊല്യൂഷൻ വരുന്നത് 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന സൈഡിലോട്ടല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലോട്ടാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ലൈനിൻ്റെ അല്ലെങ്കിൽ ഈ ഇനീക്വാളിറ്റിയുടെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. സൊല്യൂഷൻ റീജിയൻ വരുന്നത് ഈ ലൈനിന് മുകളിലോട്ടായിരിക്കും. ഇനി അടുത്ത ലീനിയർ ഇക്വേഷൻ എടുക്കുകയാണ്. അതിൻ്റെ പോയിൻറ്റ്സ് വന്നിരിക്കുന്ന 0 4 പോയിൻ്റ് ഓൺ y ആക്സിസ്, പിന്നെ വന്നിരിക്കുന്ന 8 0 അത് x ആക്സിസിലെ പോയിൻറ്റ്സ് ആണ്. ഇനി ഈ 2 പോയിൻറ്റും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്ത് വരുന്നത്. ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി പാസിങ് ത്രൂ ദ പോയിൻറ്റ്സ് 4 0 and 8 0. ഇത് ഏത് ലീനിയർ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് x1 + 2x2 = 8. x1 + 2x2 = 8. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ കാണാം. അതിന് വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൺസ്ട്രെയിൻ്റ് എടുക്കുക. ആ കൺസ്ട്രെയിൻ്റ് ഇവിടെ എഴുതുകയാണ് ഞാൻ, x1 + 2x2 < > 8. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ ലൈൻ നമ്മുടെ XY പ്ലെയിനെ 2 ഹാഫ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 2 ഹാഫ് പ്ലെയിൻസിൽ ഏതാണ് നമ്മുടെ കൺസ്ട്രെയിൻ്റെ സൊല്യൂഷൻ റീജിയൻ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലൈനിൻ്റെ താഴോട്ട് വരുന്ന ഒരു വാല്യൂ ആണ് 0 0. അത് ഞാൻ ചൂസ് ചെയ്യണേ. എന്നിട്ട് ഇനീക്വാളിറ്റിയിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0 + 2 × 0 < < 8. ദാറ്റ് ഈസ് 0 < < 8. അത് ശരിയാണല്ലോ. സോ അപ്പോൾ ഈ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന സൈഡിലോട്ടായിരിക്കും ഈ കൺസ്ട്രെയിൻ്റെ സൊല്യൂഷൻ വരുന്നത്. സോ അപ്പോൾ ഞാനത് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. കഴിഞ്ഞു. 2 കൺസ്ട്രെയിൻസ് ആണ് തന്നിരിക്കുന്നത്. മൂന്നാമത് തന്നിരിക്കുന്ന നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, LPP പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വരുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് തരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന നോക്കി x1 ഉം x2 > 0 ആണെന്ന്. ഈ x1 x2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2 ആക്സിസാണ്. x1 എന്ന് പറയുന്നത് നമ്മുടെ x ആക്സിസും x2 എന്ന് പറയുന്നത് y ആക്സിസും ആണ്. അവിടെ രണ്ടിനും പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് വാല്യൂ വരുന്നത് രണ്ടും ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പോസിറ്റീവ് വാല്യൂ വരുന്ന ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. സോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ LPP പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ വരുന്നത് എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റീജിയൻ കാണണ്ടേ? ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ കോമൺ റീജിയൻ എവിടേക്കാണെന്ന് നോക്കി കണ്ടോ, ഫീസിബിൾ റീജിയൻ ഇതാണ്. ഇത് ഫീസിബിളാണ്, ബൗണ്ടഡ് ആണ് അല്ലേ. സോ അപ്പോൾ ഈ റീജിയൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ, ബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ. സൊല്യൂഷൻ റീജിയനാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് നെയിം ചെയ്യുന്നത്. അത് ബൗണ്ടഡ് ആണെങ്കിൽ അതിനെ ബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു റിസൾട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിത് എങ്ങനെയൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ബൗണ്ടഡ് എന്താണ്, ഫീസിബിൾ റീജിയൻ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അൺബൗണ്ടഡ് എന്താണ്, എല്ലാം നമ്മൾ ഇതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടേംസൊക്കെ ഒന്നുകൂടി ഫെമിലിയർ ആകും. കുറച്ചുകൂടി ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലം കുറച്ചും കൂടി എളുപ്പത്തിൽ അത് ചെയ്യാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോ ലിങ്ക് ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം, നിങ്ങളതൊന്ന് പോയിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് എപ്പോഴും കോർണർ പോയിൻറ്റ്സിലായിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം. ഇത് ഒരു കോർണർ പോയിൻ്റാണ് 0 2, ഞാനതിനെ എന്ന് ചൂസ് ചെയ്തു. ഇതൊരു കോർണർ പോയിൻ്റാണ് 2 0, ഇത് ഞാൻ B ആയിട്ട് എടുത്തു. ഈ 8 0 ഒരു കോർണർ പോയിൻ്റാണ്, അത് ഞാൻ
സി ആയിട്ട് ചൂസ് ചെയ്തു. ഇനി വന്നിരിക്കുന്ന ഒരു കോർണർ പോയിൻ്റാണ് ഇത് ഏത് ഡി 0 4. അപ്പോൾ നമ്മുടെ കോർണർ പോയിൻറ്റ്സ് കിട്ടി. കോർണർ പോയിൻറ്റ്സ് കിട്ടിയാൽ അടുത്ത് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ എഴുതി വാം to substitute these values in the objective function z. Here z equal to x1 minus x2 and from there we want to find its optimum value. ഇവിടെ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരും എന്നുള്ളത്. സോ അപ്പോൾ 0-2ൽ ഇസഡിൻ്റെ വാല്യൂ എന്താ വരുന്നത്? ഇസഡ് ഈക്വൽ ടു x1 0യും x2 2 ആണ്. സോ അപ്പോൾ 0 minus 2 that is minus 2 and here z equal to 2 0. അപ്പോൾ 2 minus 0 that is 2 and here z equal to 8 0 that is 8 minus 0 equal to 8. Here z equal to 0 4 that is 0 minus 4 equal to minus 4. So we want to find its minimum value. So അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ ഏതാ വന്നിരിക്കുന്നത്? ഇവിടെ നോക്കാം. മിനിമം വാല്യൂ വന്നിരിക്കുന്നത് -4 അല്ല ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മിനിമം വാല്യൂ. മിനിമം വാല്യൂ -4 ആണ്. അത് കിട്ടിയിരിക്കുന്നത് 0 4 എന്ന് പറയുന്ന ബൗണ്ടറി പോയിന്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും, എങ്ങനെയാണ് മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്തതെന്ന്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് അങ്ങാക്കുകയാണ്. മാക്സിമൈസ്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ മിനിമൈസ് ഇസ് ഈക്വൽ ടു x1 മൈനസ് x2 എന്നായിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിലോ മാക്സിമൈസ് z ഈക്വൽ ടു x1 പ്ലസ് x2. മാക്സിമൈസ് z ഈക്വൽ ടു x1 പ്ലസ് x2 എന്നാണെങ്കിലോ എല്ലാം ഈ സെയിം തന്നെയാണ് വരുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറി മാക്സിമൈസ് z ഈക്വൽ ടു x1 പ്ലസ് x2. സോ അപ്പോൾ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഫൈൻഡ് ചെയ്തു. അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ആ കോർണർ പോയിൻറ്റ്സ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്ത് വരും എന്ന് നോക്കാം. സോ അപ്പം കോർണർ പോയിൻറ്റ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇസഡിൽ കൊണ്ടുപോയിട്ട് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 0-2 ആണ് ഫസ്റ്റ് കോർണർ പോയിൻ്റ് ആയിട്ട് നമ്മൾ എടുത്തത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് എന്ത് വന്നു? 0 + 2 ദാറ്റ് ഈസ് 2. അടുത്ത കോർണർ പോയിൻറ്റ് 2 0 ആണ്. സോ അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അഗെയിൻ 2 + 0 2 വന്നു. നെക്സ്റ്റ് കോർണർ പോയിൻറ്റ് 8 0 ആണ് വരുന്നത് അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു 8 + 0 ദാറ്റ് ഈസ് 8 ആൻഡ് ദ ലാസ്റ്റ് കോർണർ പോയിൻറ്റ് 0 4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ഇസഡ് ഈക്വൽ ടു 0 + 4 4. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ, ഇതിൻ്റെ മാക്സിമം വാല്യൂ വരുന്ന ഏതായിരിക്കും? ഇതല്ലേ മാക്സിമം വാല്യൂ വരുന്നത്. മാക്സിമം വാല്യൂ ഓഫ് ദിസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്റ്റ് ടു ദ ഗിവൺ കൺസ്ട്രെയിൻസ് ഈസ് 8 അറ്റ് ദ പോയിൻറ്റ് 80 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. For solving this LPP problem graphically, first we want to convert this inequalities to equalities. So the equalities are 5x1 plus 4x2 equal to 20 and 3x1 plus 4x2 equal to 24. Okay, now we're going to find its stable values. For the first linear equation 5x1 plus 4x2 equal to 20, the table values are, when x1 equal to 0, the table values are, when x1 equal to 0, what is x2? When x1 equal to 0, 4x equal to 20, 4x2 equal to 20, that is x2 equal to 20/4, that is equal to 5. And when x2 equal to 0, 5x1 equal to 20, that is x1 equal to 20/5. Okay, 20/5 എന്ന് പറയുമ്പോൾ 4 എന്നുള്ളത്. So the points are 0 5 and 40, 0 5 and 40. Okay, for the second linear equation 3x1 plus 4x2 equal to 24,
the table values are x1, x2. The table values are when x1 equal to 0. When x1 equal to 0, we have 4x2 equal to 24. 4x2 equal to 24, that is x2 equal to 24 by 4, that is 6. Also, when x2 equal to 0, x2 0 ആകുമ്പോൾ 3x1 equal to 24. That is x1 equal to 24 by 3. 24 by 3 എന്ന് പറയുമ്പോൾ അത് 8 വന്നു അല്ലേ. സോ അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻറ്റ്സ് 0, 6ഉം 8, 0യും ആണ്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് നമ്മുടെ ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് വന്നത് 0, 5ഉം 4, 0യും ആണ്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വന്നു? 0, 5 എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ വൈ ആക്സിസ്, 4, 0 എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്. നമുക്ക് ഈ രണ്ട് പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. സോ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ടിങ് ടു ദ linear equation, 5x1 plus 4x2 equal to 20. ഇനി നമ്മുടെ സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്നത് 0, 6ഉം 8, 0യാണ്. പോയിൻറ്റ്സ് ഇവിടെ പ്ലോട്ട് ചെയ്യാം. 0, 6 is a point on the y axis and 8, 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ ഒരു പോയിൻ്റാണ് അല്ലേ. ഇനി ഈ രണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് 3x1 പ്ലസ് 4x2 ഈക്വൽ ടു 24. നമുക്ക് ഈ രണ്ട് ലൈനിൻ്റെയും സൊല്യൂഷൻ റീജിയൻ കാണണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ലൈനിൻ്റെയും കൺസ്ട്രെയിൻറ്റ് എഴുതാം. ഫസ്റ്റ് ലൈനിൻ്റെ കൺസ്ട്രെയിൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 5x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. ഇവിടെ എഴുതുകയാണ് 5x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് അപ്ലൈ ചെയ്യാം. സോ ദിസ് ബിക്കംസ് 5 ഇൻറ്റു 0, 0 പ്ലസ് 4 ഇൻറ്റു 0, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആണോ? അല്ലല്ലോ, ഇറ്റ്സ് ഇസ് ഫോൾസ്. ഇത് ട്രൂ ഫാക്റ്റ് അല്ല. സോ അപ്പോൾ നമ്മളിവിടെ എടുത്ത ഫസ്റ്റ് ലൈനിൻ്റെ ഹാഫ് പ്ലെയിൻ വരുന്നത് എങ്ങടേക്കായിരിക്കും? 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും, അതായത് മുകളിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് എടുക്കാം. സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് 3x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 ആണ്. ഇവിടെ നമ്മൾ 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് അപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് 3 ഇൻറ്റു 0, 0 പ്ലസ് 4 ഇൻറ്റു 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. ദാറ്റ് ഈസ് 0 പ്ലസ് 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. ഇത് ശരിയാണല്ലോ. സോ അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ കൺസിഡർ ചെയ്ത സെക്കൻഡ് ലൈനിൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത് 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന സെയിം സൈഡിലോട്ടാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ വരുന്നത് താഴേക്കായിരിക്കും. ഇനി നമുക്കറിയാം നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സോ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ എന്തായിരിക്കും? ഇതാണ് ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ. ഈ റീജിയൻ ബൗണ്ടഡ് ആണ്. ദിസ് ഈസ് ബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കാണണം. ഫീസിബിൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഫീസിബിൾ സൊല്യൂഷൻസ് ആർ ദ കോർണർ പോയിൻറ്റ്സ്. ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഞാനിത് ഫസ്റ്റ് എടുക്കുകയാണ്. ദിസ് ഈസ് 0, 5, ദ പോയിൻറ്റ് 0, 5 ആൻഡ് ദിസ് ഈസ് ബി ആയിട്ട് ചൂസ് ചെയ്തു. ബി ഈസ് ദ പോയിൻറ്റ് 4, 0 ആൻഡ് തേർഡ് പോയിൻ്റ് ആയിട്ട് ഞാനിത് സി ആയിട്ട് ചൂസ് ചെയ്തു. സി എന്ന് പറയുന്ന പോയിൻറ്റ് 8, 0. പിന്നെ വരുന്ന കോർണർ പോയിൻ്റാണ് ഇത് ഇവിടെ വരുന്നത് അല്ലേ, ഡി എന്ന് പറയുന്ന കോർണർ പോയിൻ്റ് 0, 6. ഓക്കെ, ഇങ്ങനെ 4 കോർണർ പോയിൻറ്റ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കോർണർ പോയിൻറ്റ്സ് എഴുതിയിട്ട് സൊല്യൂഷനിലോട്ട് പോകാം. വി വോണ്ട് ടു ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z. സോ ദ കോർണർ പോയിൻറ്റ്സ് ആർ ഈക്വൽ ടു x1 പ്ലസ് 3x2. ഈ വാല്യൂസ് കൊണ്ടുപോയിട്ട് റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z at the point 0, 5 എന്ത് വന്നു? 0 പ്ലസ് 3 ഇൻറ്റു 5, ദാറ്റ് ഈസ് 0 പ്ലസ് 15. സോ ഇപ്പോൾ 15 വന്നു. ആൻഡ് അറ്റ് ദ പോയിൻറ്റ് 4, 0 എന്ത് വന്നു? 4 പ്ലസ് 3 ഇൻറ്റു 0, ദാറ്റ് ഈസ് 4 പ്ലസ് 0, 4. At the point 8, 0 z is 8 plus 3 into 0, that is 8. At the point 0, 6 z equal to 0 plus 3 into 6, that is 18. 0 plus 18, 18. അവിടുത്തെ മിനിമം പോയിൻ്റ് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം വന്നിരിക്കുന്നത് 4 ആണ് അല്ലേ. സോ ദ മിനിമം വാല്യൂ ഓഫ് z ഈസ് 4 അറ്റ് ദ പോയിൻറ്റ് 4, 0. 4, 0യിലാണ് നമുക്കിതിൻ്റെ മിനിമം വാല്യൂ ഫൈൻഡ് ചെയ്യാൻ കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഫംഗ്ഷൻ
നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇങ്ങനെയായിരുന്നെങ്കിലോ, ദ ഫംഗ്ഷൻ ഈസ് സം മാക്സിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അത് തന്നെ z ഈക്വൽ ടു x1 പ്ലസ് 3x2. മിനിമൈസ് മാറി മാക്സിമൈസ് വന്നു, സബ്ജക്റ്റ് ടു ദ സെയിം കൺസ്ട്രെയിൻസ്. ഇതെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈ മിനിമൈസേഷന് പകരം മാക്സിമൈസേഷൻ ആയിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ സോൾവ് ചെയ്തിട്ട് അല്ലേ ഇവിടുന്ന് ഇസഡിൻ്റെ മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യും. മാക്സിമം വാല്യൂ എത്രയാണ് വരുന്നത്? 18 ആണ് വരുന്നത് അല്ലേ, അറ്റ് ദ പോയിൻറ്റ് 06. സോ അപ്പോൾ നമുക്ക് തരുന്ന ഒരു LPP പ്രോബ്ലത്തിന് ബൗണ്ടഡ് ആയിട്ടുള്ളൊരു ഫീസിബിൾ റീജിയൻ ആണെങ്കിൽ ആ ഒരു LPP പ്രോബ്ലത്തിന് നമുക്ക് മാക്സിമം വാല്യൂവും കാണാൻ പറ്റും, മിനിമം വാല്യൂവും കാണാൻ പറ്റും. ഈ മാക്സിമവും മിനിമവും വരുന്നതിൻ്റെ ബൗണ്ടറി വാല്യൂസ് അല്ലെങ്കിൽ കോർണർ പോയിൻറ്റ്സിലായിരിക്കും വരുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത ഈ 2 പ്രോബ്ലംസും എല്ലാവർക്കും ക്ലിയർ ആണ് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്